പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ഫാദർ ബിജു പി തോമസ്. ഇന്ന് അന്താരാഷ്ട്ര വായനാ ദിനമാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ വായനാ ദിന ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോടാണ്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോ ദിവസവും പല പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അധ്യാപകരിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഗുരുവിനെ ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താം. അതാണ് പുസ്തകങ്ങൾ. ഒരു നല്ല പുസ്തകം തുറക്കുമ്പോൾ നാം ഒരു പുതിയ ലോകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കഥകൾ വായിക്കുമ്പോൾ നല്ല മനുഷ്യരാകാൻ നമ്മൾ പഠിക്കുന്നു. കവിതകൾ വായിക്കുമ്പോൾ മനസ്സ് കൂടുതൽ സുന്ദരമാകുന്നു. മഹാന്മാരുടെ ജീവിതകഥകൾ വായിക്കുമ്പോൾ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും നമുക്ക് ലഭിക്കുന്നു. കുഞ്ഞുങ്ങളെ, വായന അറിവ് മാത്രമല്ല നമുക്ക് നൽകുന്നത്, അത് നമ്മുടെ സംസ്കാരവും മൂല്യങ്ങളും വളർത്തുന്നു. മുതിർന്നവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും നല്ലത് തിരിച്ചറിയുവാനും വായന നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കുഞ്ഞു മനസ്സുകളിൽ നല്ല ചിന്തകളുടെ വിത്ത് വിതയ്ക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വായന. ഇന്ന് നമ്മൾ കാണാത്ത രാജ്യങ്ങളെയും പരിചയമില്ലാത്ത മനുഷ്യരെയും അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ച് അറിയുവാൻ നമുക്ക് കഴിയുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. കുഞ്ഞുങ്ങളെ, വായന നമുക്ക് ഒരു വലിയ ലോകജ്ഞാനം ദിനംപ്രതി നൽകുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, മൊബൈൽ ഫോണുകളും ടെലിവിഷനും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. എന്നാൽ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ പുസ്തകങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. ഒരു കഥയെങ്കിലും, ഒരു ചെറിയ കവിതയെങ്കിലും, ഒരു ചെറിയ ലേഖനമെങ്കിലും എല്ലാ ദിവസവും വായിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളുടെ ലോകം നമുക്ക് മുമ്പിൽ വിശാലമായി തുറക്കുകയാണ്. ഓർക്കുക, ഇന്ന് ഒരു പുസ്തകം വായിക്കുന്ന കുട്ടിയാണ് നാളെയുടെ അറിവുള്ള പൗരൻ. വായന നമ്മുടെ സ്വപ്നങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് വിശാലത വരുത്തുന്നു. അവയ്ക്ക് ചിറകുകൾ നൽകി വിശാല ലോകത്തിലേക്ക് പറന്നു ഉയരുവാൻ നമ്മളെ സഹായിക്കുന്നവയാണ്. ഈ വായനാ ദിനത്തിൽ നമുക്ക് ഒരു ചെറിയ പ്രതിജ്ഞ ചെയ്യാം. അതിതാണ്, ദിവസവും ഞാൻ കുറച്ച് സമയം വായനയ്ക്കായിട്ട് മാറ്റിവെക്കും. പുസ്തകങ്ങളെ എൻ്റെ നല്ല സുഹൃത്തുക്കളാക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരിക്കൽ കൂടെ വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.